എൻ്റെ പള്ളി ഇത് ഇത്ര നേരം ഓട്ടിക്കളിച്ചൊരു പിലോപ്പിന് നോക്കി കിട്ടി. എൻ്റെ അമ്മ. ഹലോ ഗൈസ്, എല്ലാവർക്കും സി എം ഫിഷിങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാസ്റ്റിങ്ങിന് വേണ്ടി ഇറങ്ങണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചൂണ്ടയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കാസ്റ്റിങ്ങിന് വന്നിട്ട് നമ്മുടെ കാസ്റ്റിങ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഭയങ്കര കലക്കലും മീനിൻ്റെ ആക്ടിവിറ്റി ഒക്കെ കുറവാണ്. ഇവിടെ കുറച്ച് നേരം നമ്മൾ കാസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ചൂണ്ട മടക്കി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ കുറച്ച് തിലോപ്പിനൊക്കെ ഉണ്ട്. അപ്പോൾ തിലോപ്പിന് അടിക്കാൻ വേണ്ടി നമ്മളിത് മാജിക് ഡാറ്റൊക്കെ ഇട്ട് നമ്മുടെ സ്ലിംഗ് ഷോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാൻഡിൽ ഇവിടെ നിന്ന് താഴെ എടുത്ത് വെച്ചേക്കണം കേട്ടോ. സഞ്ചിയൊക്കെ നമ്മുടെ ബാഗിനകത്തിൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ തിലോപ്പി എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഹെവി സൈസ് സാധനമാണ്. ഓടുന്നത് മാത്രമേ കാണുന്നില്ല, ശരിക്കും മീനെ ശരിക്കും കാണാൻ പറ്റുന്നില്ല. കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ആയിട്ട് തന്നെ നമ്മുടെ ഇതിൽ വരാനാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ണമ്പൂട്ടി ഷൂട്ട് ചെയ്യാനുള്ളൊരു പ്ലാനിങ് ആണ്. ഓട്ടം കണ്ടിട്ട് ഷൂട്ട് ചെയ്യാനുള്ളൊരു പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ മീൻ ഇവിടെ കിടന്നിട്ട് ഓടുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ചിലപ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ മീനെ കാണാൻ വലിയ ചാൻസും കുറവായിരിക്കും കേട്ടോ. ഇതെല്ലാം നമുക്ക് കുറച്ച് നേരം ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ മാത്രമേ കേട്ടോ, അങ്ങോട്ടൊക്കെ ഇതേ സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പറമ്പ് ഇപ്പോൾ ക്ലീൻ ചെയ്ത കാരണം നമുക്ക് അങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ ഓടിച്ചാടി പോകാം. ഇപ്പോൾ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊമ്പൊക്കെ വെച്ച് വല്ല പത്തലൊക്കെ എടുത്ത് തല്ല് വഴിയിലൊക്കെ ഒന്ന് പാമ്പൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് വേണമായിരുന്നു പോകാൻ. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത കിടപ്പുണ്ട്. എന്തായാലും ഇവിടെ ആക്ടിവിറ്റി കാണുന്നവന്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനക്കം മാത്രമേ കാണുന്നുള്ളൂ. മീനിനെ ഒരു വശം പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. മീനിന് തരിമ്പിന് മീനെ കാണാൻ പറ്റുന്നില്ല. കാരണം ഇവന്മാർ ഭയങ്കര വെള്ളത്തിൻ്റെ ഡീപ്പിൽ നിൽക്കുന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ താഴ്ച വലിയ കാര്യമായിട്ട് താളിറങ്ങിയാൽ കാണില്ല. പക്ഷെ ചെയറാണ് ഇതിനകത്ത് പലങ്ങനെ പറയുന്നത്. വലിയ അവിടെ കിടന്ന ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വരുന്നില്ല. പക്ഷേ മേളിൽ കാണുന്നില്ല, ഓളം മാത്രമേ കാണുന്നുള്ളൂ. എന്തായാലും നമുക്കേ അങ്ങോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കേട്ടോ. ആ ഭാഗത്തോട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാകും മീൻ. ശരിക്കും പറഞ്ഞാൽ മച്ചാൻ പറഞ്ഞത് വെള്ളം തുളുമ്പുന്നത് കണ്ടിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഭാഗത്ത് ഷൂട്ട് ചെയ്തത്. ചെറിയ വെള്ളം തുളുമ്പണ ഓളം കണ്ടിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ 2-3 തിലോപ്പി അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ സൂമിങ് വെർഷനിൽ കാണിക്കുമ്പോൾ കാണാം ഒരു മീൻ ചാടുന്നതും അടുത്തുനിന്ന് വേറെ മീൻ ഓടുന്നതും കാണാം. അത്യാവശ്യം വലിയ മീനായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് മിസ്സായിപ്പോയത്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ. ഈ കാടിനകത്താൻ പറ്റിയിരുന്ന നേരത്തെ വീടൊക്കെ വിട്ട് പോയേക്കുന്നതാണ്. അപ്പോൾ പറമ്പൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ കാടായിപ്പോയി ശരിക്കും. നല്ല കാടായിരുന്നു. ഇതിനകത്തോടെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നേരത്തെ. ഇപ്പം നമ്മൾ നടക്കുന്ന സൈഡ് മാത്രമേ ഉണ്ട്. ഇതേപോലെ പുല്ല് ഫുള്ളുണ്ടായിരുന്നു. JCB ഇറ്റാച്ചൊക്കെ കൊണ്ടുവന്നിട്ട് അത് കുത്തിമറിച്ച് മൊത്തം പുല്ലും കളഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടവന്മാർ ഇവിടെ കാണുന്നില്ല കേട്ടോ. ഇവിടെയൊക്കെ ഇതേ മറിയുന്നുണ്ട്, ഓടുന്നുണ്ട്. പക്ഷെ ഇതെന്താണെന്നൊന്നും കാണാൻ പറ്റുന്നില്ല. തിലോപ്പി തന്നെയാണ്. പക്ഷേ ഉണ്ടല്ലോ, തിലോപ്പി ഉണ്ട്, പാലാങ്ങനെയുണ്ട്. പക്ഷേ ഇവന്മാരൊരു വശത്തും കാണുന്നില്ല. അതാണ് പ്രശ്നം. ഇത് ഇവിടെ എന്തോന്നും പറഞ്ഞിട്ട് പോയല്ലേ. നമുക്ക് ഇവന്മാരെ കണ്ടാലേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും പ്രശ്നമുള്ള കാര്യം. അതെ, ഇവരെ കണ്ട് കിട്ടണ്ടേ. അതാണ്ട് വെച്ചാൽ മതി. ഇവിടെ ഒരുത്തനുണ്ട് കേട്ടോ. വേണ്ട ഇല്ല, അതിരിക്കത്ത് വന്നവരെ വന്നിട്ട് പോയി. പക്ഷെ നമുക്ക് മീനെ കാണാൻ പറ്റില്ല. ഇത്ര അടുത്ത് വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മീനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. വെള്ളാമ പോണ പോലെ ഞൊരി വരുന്നുണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ കണ്ട. പക്ഷേ ഇവരെ കാണാണ്ട് നമുക്ക് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുക? ഒരുത്തനെങ്കിലും നമ്മൾ അടിച്ചിരിക്കും. അല്ലാണ്ട് എവിടെയൊക്കെയാണെന്ന് ഓടണമുണ്ട്. എന്ത് സാധനമാണെന്ന് ഒരു പിടുത്തവും കിട്ടണില്ല. കുറച്ചേരം നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നോക്കാം. എൻ്റെ അമ്മ ഒരു കൊമ്പ സ്ഥലത്ത് അടിച്ചിട്ട്. എൻ്റെ അമ്മച്ചി, എൻ്റെ പള്ളി ഇത് ഇത്ര നേരം ഒക്കെ ഓട്ടിക്കളിച്ചൊരു പിലോപ്പിന് നോക്കി കിട്ടി. എൻ്റെ അമ്മ ഹെവി സാധനത്തി. എൻ്റെ പൊന്നെ മച്ചാൻ വരെ പൊളി സാധനം. ഞാനത് വെള്ളാമ ഓർത്തിട്ട് ആദ്യം ഒന്ന് ഓടിക്കുന്ന മതി. കൊണ്ട സ്ഥലം നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് തട്ടിക്കൊണ്ടിരിക്കുന്നത്.
പടക്കേമ്പറ സൗണ്ടാണ് കേട്ടത് കേട്ടോ. ഹെവിന്ന് ചോന്നെ കണ്ണൊക്കെ ഇരിക്കണ കേട്ടോ. മുട്ടൻ കണ്ണ് ഉയ്യോ അച്ഛനെ പൊളിയെന്ന് വെച്ചാൽ പൊളി സാധനത്. ഇത് വൈഡ് ആംഗിൾ ലെൻസിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്രയും ചെറുതായിട്ട് വന്നത്. നോർമൽ ലെൻസിലായിട്ട് കാണിച്ചത്. ഇത് കണ്ട സാധനത്തിന് സൈസ് കണ്ടില്ല. അമ്പ് കയറിയിട്ട് ഇത് നമ്മുടെ മാജിക് ടാർട്ടായിരുന്നു. അമ്പ് കയറി ഇപ്പുറം കൂടി സൈഡിലാണ് കയറിക്കണം. അപ്പം അറ്റടുത്തായിരുന്നു കേട്ടോ വന്നത്. ശരിക്കും പറഞ്ഞാൽ വെള്ളം തീരെ കലക്കലെന്ന് വെച്ചാൽ തീരെ കലക്കല്. കുറേ നേരമായിട്ട് ഇവൻ ഇവിടെ കിടന്നിട്ട് മീൻ കിടന്നിട്ട് ഓടുന്നുണ്ട്. ഇത് കണ്ടോ വെള്ളത്തിൻ്റെ കളറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞി വെള്ളത്തിൻ്റെ എന്തോ ഒരു കളർ. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം യെല്ലോ ഷെയ്ഡിലേക്ക് ഇരിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ. അത് കാരണം ഒരു തരി പോലും നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഞാനത് കുറേ വെള്ളാമ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പം ഞാനത് വെള്ളാമ കിടന്നാണ് ആദ്യം ഓർത്തത് കേട്ടോ. പക്ഷേ കുറേ നേരം ഇങ്ങനെ കളിച്ച് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ വന്നത്. ഞാനിവിടെ താഴെ ഈ പുല്ലിൻ്റെ പൊക്കത്തെ കയറി വെച്ചപ്പോൾ ഈ ഒരു സൈഡ് കൊണ്ടാണ് വന്നത്. പിന്നെ അവിടെയൊക്കെ കിടന്നിട്ട് ഓടുന്നുണ്ട്. പക്ഷേ ഞാൻ വെള്ളാമണെന്ന് വിചാരിച്ചാൽ അത് നോക്കിയിരുന്നു വെച്ചത്. പക്ഷേ ഇവനോട് തലയും പൊക്കുന്നില്ല വെള്ളാമണെന്നുണ്ടെങ്കിൽ ഈ ചെളിയൊക്കെ കലങ്ങിയിട്ട് ഞൊരിയൊക്കെ ഇഷ്ടം പോലെ ഞൊരിയതുണ്ട്. ഇവിടെയൊക്കെ ഞൊരി വന്നിരിക്കുന്നുണ്ട്. ഇത് ഈ കിടന്നിട്ട് ഓടുന്നത്. അപ്പം ഞാനത് താമയാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കളറ് കണ്ട് യെല്ലോ കളറ് കണ്ടിട്ടാണ് ഞാൻ അടിച്ചത്. അപ്പോൾ അതേ കളർ ഇപ്പം മാറിയിട്ടുണ്ട്. എന്നാലും കിട്ടിയ സാധനം ഒരു കൊലകൊമ്പ സാധനം 1 kg ഒരു 1,200 1,300 കാണും കേട്ടോ. അത്ര സൈസ് ഉണ്ട്. നമ്മൾ വാലിൻ്റെ തുമ്പത്തോട്ട് ഞാൻ കാല് വെച്ചിട്ട് നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഡാർട്ടിൻ്റെ ലോക്ക് ഉടക്കിയിട്ടുണ്ട്. വളഞ്ഞ് കിടക്കണ നിവർന്ന് കിടക്കുന്ന തിലോപ്പിട വാല് തൊട്ട് കാല് വെച്ച് കഴിയുമ്പോൾ ഇതുണ്ട് സൈസ് കണ്ട്. ഇതാണ് നീലോപ്പിയുടെ ശരിക്കുള്ള കിടപ്പത്. വാലിൻ്റെ തുമ്പത്തുനിന്ന് ഞാൻ കാല് വെച്ചിട്ട് വയറ് വരെ ഉണ്ട്. ഇവിടെ നിന്ന് കാല് വെച്ചിട്ടുണ്ട് കണ്ട. ഏകദേശം ഒരു 1,200 1,300 മാക്സിമം കാണും കണ്ട. നല്ല ഹെവി സാധനം അടിപൊളി. ഓക്കെ അപ്പോൾ ഇവനെ നമുക്ക് നേരെ സഞ്ചക്കത്തേക്ക് അഴിച്ചിടാം. ഓക്കെ നമുക്കൊന്നുകൂടെ നോക്കട്ടെ. കുറച്ച് നേരം കൂടെ നോക്കാം. കാരണം നമ്മൾ ഇന്ന് രാവിലെ മഴയൊക്കെ കഴിഞ്ഞ സമയത്ത് ഇറങ്ങിയത്. മഴക്കാറുണ്ട്, ചെറിയ മഴയൊക്കെ ഇപ്പോൾ. ഇത് നമ്മുടെ പറമ്പ് കണ്ട അവിടെ നേരത്തെ വന്നിട്ടുള്ള സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ പുല്ലൊക്കെ പറിച്ച് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പം JCB വന്ന് കഴിഞ്ഞ സമയം പുല്ലൊക്കെ പറിച്ചല്ല വെട്ടിയല്ല ക്ലിയർ ആയിട്ടുണ്ട്. അത് കാരണം കാട് പോയിട്ടുണ്ട്. പക്ഷേ ഈ സൈഡിൽ നമ്മൾ നടക്കുന്ന ഒരു ഏരിയയിൽ മാത്രമേ ഇച്ചിരി പുല്ലുള്ളൂ കേട്ടോ. ഇതേ ഓടുന്നതാണ്ട് ഓളം കയറുന്ന നൊരി വരുന്നതാണ്ട് ഇഷ്ടംപോലെ നൊരിയിൽ പൊങ്ങി വരുന്നുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം അവിടെ. കാരണം ഇങ്ങനെ ഓടുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല തിലോപ്പിയാണെന്ന്. കണ്ട നൊരി വരുന്നതാണ്ട്. പക്ഷേ ഈ ഓടുന്നത് ഈ തിലോപ്പിയാണെന്നുള്ള ഞാനിപ്പോൾ ഇതിനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇതിപ്പോൾ പറഞ്ഞാൽ കണ്ടന്റ് ഷൂട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് മാത്രം കിട്ടിയതാണ്. ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണം. അപ്പോൾ ഈ നുരിയും വന്നിട്ട് ഓളം വരുന്നുണ്ട്. അപ്പോൾ ഞാനത് തിലോപ്പിയല്ല ആമയാണെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇവനിപ്പോൾ കണ്ടു കഴിഞ്ഞ് നമുക്ക് കുറേ കിട്ടിയെന്ന് ചെയ്തപ്പോൾ മനസ്സിലായി ഇതേപോലത്തെ നല്ല കൊമ്പൻ സാധനമാണ്. വെള്ളാമ ഓടുന്ന പോലെയാണ് വെള്ളത്തിൽ ഓളം ഉണ്ടാക്കി കൊടുക്കുന്നത്. നുരിയും വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവരെ കാണാൻ പറ്റുന്നില്ലെന്ന്. വെള്ളം ഭയങ്കര കലക്കലെന്ന് വെച്ചാൽ ഭയങ്കര കലക്കൽ. ശരിക്കും കെട്ടിക്കിടക്കുന്ന വെള്ളം പുറത്തേക്ക് അധികം ഒഴുക്കില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വെള്ളം കളറായി പോകട്ടെ. ഈ ചേറ് അടിഞ്ഞിറങ്ങുന്ന ചേറിൻ്റെ ഒക്കെ കറ പായണതാണ്. ഇഷ്ടംപോലെ ചുള്ളിയും ചപ്പും ചവറൊക്കെ കിടപ്പുണ്ട്. അതിൻ്റെ കറ പാഞ്ഞിട്ടാണ് ഇങ്ങനത്തെ കളറാവുന്നത്. മിക്ക പാടങ്ങളിൽ ഒഴുക്കില്ലാതെ കിടക്കുന്ന വെള്ളത്തിൽ എല്ലായിടത്തും ഇതുപോലത്തെ കളറാവും. പിന്നെ മഴ വന്ന് വെള്ളം നിറഞ്ഞ് കുറച്ച് ഒഴുകി പോകുമ്പോഴേക്കാണ് കുറച്ച് തെളിച്ചം വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് തെളിയണ സമയത്ത് ഒന്നുകൂടെ നമുക്ക് നോക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ കൊമ്പന്മാർ കിടപ്പുണ്ടെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല രീതിയിൽ വെള്ളം തെളിയുമ്പോഴേക്കും ഇനി ഇറങ്ങാം നമുക്ക്. എന്തായാലും കുറച്ചേരം കൂടെ നമുക്ക് നോക്കാം കേട്ടോ വിധി. എന്തായാലും മീന് വേറെ ആക്ടിവിറ്റി ഒന്നും കാണുന്നില്ല. ഓടുന്നുണ്ട് ശരിക്കും. പക്ഷേ മീനെ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ ഒന്നുകൂടെ 1-2 ഷൂട്ടൊക്കെ കൂടെ നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക. അല്ലെങ്കിൽ നിർത്താതെ ഇതാണ്ട് ആ ഊരം പുല്ല് ഈ കയ്യും കാലൊക്കെ മുറിയും നമ്മുടെ ആ സാധനത്തിൽ മുട്ടിക്കുന്ന അതിൻ്റെ ഇലയിൽ. അതിൻ്റെ സൈഡിൽ നല്ല അരം പോലെയുണ്ട്. അയ്യോ ഇവൻ കിടന്ന് നല്ല ചാട്ടമാണ്. ഇത് കണ്ട ഇവൻ കിടന്ന് ചാട്ടിക്കൊണ്ടിരിക്കുക. എൻ്റെ ദൈവമേ അയ്യോ അടിപൊളി സാധനം. അപ്പോൾ ഇവനെ കൊണ്ട് നമ്മൾ കയറുവാണ്. എന്നിട്ട് നമുക്ക് ആ എൻഡിൽ നമുക്ക് നോക്കാം. ഇവനെ പിടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പതിയെ നടന്നു പോവാം. കൊമ്പതിൽ എൻ്റെ വായൊക്കെ നോക്കിക്കണ്ടതല്ല ഹെവി. നമുക്ക് വേണമെങ്കിൽ തൂക്കം നോക്കാമായിരുന്നല്ലേ. നമ്മുടെ ത്രാസിരിപ്പുണ്ട്, അതിനകത്ത് നോക്കിയാൽ കാണാം നമുക്ക് നമ്മുടെ തൂക്കം എന്തോരം ഉണ്ടെന്ന്. പക്ഷേ ഇവിടെ ഇച്ചിരി ഡേഞ്ചർ ഏരിയ കാരണം നമുക്ക് ഇരിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ അടുത്ത് സാധനം കിടക്കാം. നമുക്കിത് ഇവിടെ വേണമെങ്കിൽ കഴിച്ചിടാട്ടെ. ഇവിടെ പണ്ട് ഒരു ചെറിയൊരു വീടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇഷ്ടികയൊക്കെ പൊളിഞ്ഞിറങ്ങുന്നത് ഒരു വീടായിരുന്നു. പക്ഷേ കാടിനകത്ത് വിട്ട വീടാ കാരണം ഇവിടെ സ്ഥലം വിട്ട് പോകുന്നതായിട്ടാണ്. നമ്മളിന്ന് കാസ്റ്റിങ്ങിന് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങിയത്. കാസ്റ്റിങ് നമ്മൾ തോൽവിയായിപ്പോയി. കാരണം സ്ട്രൈക്കും കാര്യങ്ങളൊന്നുമില്ല, വരാനുള്ള ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്ത ചിക്ക് മടക്കി വെച്ചിട്ടുണ്ട്. ബാഗ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫിഷിങ് സ്റ്റാർട്ട് ചെയ്തത്. ഈ കോർണറിൽ നിന്ന് നമ്മൾ റോട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇവിടെ നിന്നാണ് അങ്ങോട്ട് ഫിഷിങ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെയൊക്കെ കിടന്ന് ഓടുന്നുണ്ട് ഓളം കണ്ട്. ചെറിയ ഓളം പോലെ തോന്നുന്നതാണ് ലെൻസിനകത്ത് നമ്മുടെ ക്യാമറ കാണുമ്പോൾ. പക്ഷെ നല്ല വലിയ ഓളം തന്നെയാണ്. ഓക്കെ അപ്പോൾ നമുക്ക് ഇവനെ അഴിച്ച് താഴ്ത്തുന്ന ഇടാം. ഹായ് എടാ കൊമ്പ, എൻ്റെ ദൈവം നിന്നെ അഴിക്കാൻ എത്ര പാട്. നമ്മുടെ ഡാർട്ട് ഞാൻ ഇന്നലെയും കൂടെ അഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചുള്ളല്ല. കൈ തന്നിപ്പോണെന്താ വേണ്ട, ഇതിനകത്തോടെ തന്നെ എടുത്ത് പോരാം.
തിരിച്ചിട്ട് തിരിയുന്നില്ല. നമ്മുടെ ഡാർട്ടിൻ്റെ ഹെഡ് ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെയാണ് കേട്ടോ. നമ്മളെവിടെയെങ്കിലുമൊക്കെ തട്ടി എഡ്ജൊക്കെ ഉള്ളതിൻ്റെയൊക്കെയാണ് നമുക്ക് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഡാർട്ട് അഴിയാതെയൊക്കെ വരുന്നത്. ചേടാ നൂലഴിച്ച് കെട്ടേണ്ട സമയമായി. ഇവിടെ നൂലിൻ്റെ കെട്ടിന് ഇച്ചിരി പ്രശ്നം വന്നിട്ടുണ്ട്. രണ്ടാമത് അഴിച്ച് കെട്ടണം. ആ എൻഡ് ബാലൻസ് നീണ്ടു നിൽക്കണം, വിടർന്നിട്ട് അതാണ് തട്ടുന്നത്. അത് അഴിച്ച് കിട്ടുന്ന സമയം എൻ്റെ ദൈവം അതേ കിടന്ന് ചാട്ടം കണ്ടേ. വേണമെങ്കിൽ ഞാൻ തൂക്കി കാണിച്ചു തരാം. നമ്മുടെ ത്രാസ് എടുത്തിട്ടേ നമുക്ക് തൂക്കം കൂടെ നോക്കിയേക്കാം. കാരണം എനിക്ക് കണ്ടിട്ട് അവനൊന്ന് തൂക്കാൻ തോന്നുന്നുണ്ട്. കുറച്ച് നാളായി ഇപ്പം നമുക്ക് ഇതുപോലത്തെ ഹെവി സാധനം കിട്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ത്രാസ് ഞാൻ എടുക്കുവാണ്. ബാഗ് തുറന്നിട്ട് അതിനകത്ത് നമ്മുടെ ത്രാസ് ഉണ്ട്. ഓക്കെ, ത്രാസേ വരൂ. അപ്പോൾ ഇവനെ നമുക്ക് തൂക്കിയെടുക്കാം. തൂക്കം നോക്കിയിട്ട് നമുക്ക് എടുത്ത് വെച്ചാൽ. അപ്പോൾ നമ്മുടെ ത്രാസ് ഓൺ ചെയ്യുന്നു. 000 ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവൻ്റെ വായിലിട്ട് തന്നെ കിടക്കാൻ ചാൻസ് കുറവാണ്. ഒന്ന് 60 കേട്ടോ കാണിക്കുന്നത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ വായിലിടണ്ട, നമുക്ക് തൂക്കുമ്പോൾ അതിൻ്റെ ചെകളിലിട്ട് തൂക്കാം. 1.60 കാണിക്കുന്നത്. നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടെ തൂക്കി നോക്കാം. ആ 1 കിലോ സൈസ് തന്നെ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. 1 കിലോ സൈസ് തന്നെ ഉള്ളു കേട്ടോ. 1 kg സൈസാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിവിടെ അഴിച്ചിടാം. അപ്പോൾ 1 kg ആണ് വരുന്നത് നമ്മുടെ തിലോപ്പി കേട്ടോ. 1 kg കണ്ടല്ലോ തിലോപ്പിന്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വെച്ചാൽ. ഓക്കെ, ഉണ്ടോ അവിടെ വന്നിട്ട് ഓടുന്നുണ്ട്. പക്ഷെ അത് ആമയാണോ മീനാണോ എന്നുള്ള ഒരു ഡൗട്ട് ശരിക്കും പറഞ്ഞല്ലേ. ആമയാണെങ്കിൽ നമുക്ക് പണി മേടിക്കും. അതാണ് നമ്മൾ കണ്ടിട്ട് ഷൂട്ട് ചെയ്യാന്നുള്ള ഭാഗത്തിൽ ഞാൻ നിൽക്കുന്നത്. ഗെയ്സ്, ഇത് നടക്കുന്നൊരു ചെറിയൊരു ഓളം വരുന്നുണ്ട്. ആ ഓളം ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വന്നപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് ആമയായിരിക്കും എന്ന് വിചാരിച്ച കേട്ടോ. പിന്നെ മീൻ എന്തെങ്കിലും ആണെങ്കിൽ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഞാൻ എൻ്റെ ഹാൻഡിൽ അങ്ങോട്ട് നീട്ടി പിടിക്കുന്നുണ്ട്. പക്ഷെ മീനല്ലെന്ന് വിചാരിച്ചിട്ട് കൈ മാറ്റുമ്പോഴാണ് കണ്ടത് പെട്ടെന്നൊരു വരാല്. ഉയ്യോ! അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ അങ്ങോട്ട് മറഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഷൂട്ട് ചെയ്തത്. കണ്ടോ, നല്ല ഏകദേശം 1 കിലോ വെയിറ്റ് വരുന്ന ഹെവി ഒരു വരാലായിരുന്നു. പക്ഷെ അടിച്ച് അവനിട്ട് കൊണ്ടിട്ട് ഡാർട്ട് അവൻ്റെ മേത്ത് കയറില്ല, തലക്കെട്ടാണ് ശരിക്കും കൊണ്ടത്. വലിയ വരാലായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പോയി മിസ്സായി, കൊണ്ടില്ല അടി ശരിക്കും കൊള്ളാഞ്ഞതല്ല കേട്ടോ. അതിൻ്റെ തലക്കെട്ടാണ് അടി കൊണ്ടത്. അടി കൊണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ തലേന്ന് തെന്നിപ്പോയതാണ് ഡാർട്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാർട്ട് ചെളിക്കടിയിൽ കയറണ്ടല്ലോ. നമ്മൾ റീഡ്രൈവ് ചെയ്ത് എടുക്കുമ്പോഴും വെറുതെ ചെളിയുടെ മേളിൽ നിന്നാണ് നമ്മുടെ ഡാർട്ട് പോരുന്നത്. ഞാൻ നേരെ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്ന്, പക്ഷേ മീനെ കണ്ടില്ല കേട്ടോ. പിന്നെ അത് അടി കൊണ്ട പാടെ ആ ചവറിനകത്തോട്ട് ഓടിക്കളഞ്ഞു. അതാണ്ട് ഒരു തിലോപ്പിനെ കണ്ടു കിട്ടാം നമ്മൾ. ഉയ്യോ! ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ തിലോപ്പിനെ കണ്ടത്. പക്ഷെ അത് മിസ്സാവുകയും ചെയ്തു. പടക്കം സാധനം വരുന്നു, പക്ഷെ അത് മിസ്സായിപ്പോയി. ഇനി പൊങ്ങി വരുന്ന ഒരെണ്ണത്തിനെ കാണാൻ ഒട്ടും ചാൻസ് ഇല്ല. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവന്മാർ മാറി വിടുന്നു. ഇവിടെ ഒരു വരുന്നുണ്ട് കണ്ടോ. നമ്മൾ നേരത്തെ വരാലിനെ ഷൂട്ട് ചെയ്ത അതേ സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ വരാലിനെ ഷൂട്ട് ചെയ്യാൻ വരുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ നൊരി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വരുമ്പോഴും ആ സ്പോട്ടിൽ അതേപോലെ നൊരി നിൽപ്പുണ്ട്. അപ്പം ഞാനും ആദ്യം ഓർത്ത് ആമ വല്ലതും ചെളിക്കാത്തിരുന്ന് ഇറങ്ങുന്നത് കൊണ്ട് നൊരി വന്നതായിരിക്കും എന്ന് ഓർത്ത്. എന്തായാലും രണ്ടും കളിപ്പിച്ച് ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്യുവാണ്. അപ്പോൾ കണ്ടോ കേട്ടോ. ഇവിടെ അടിച്ചു നോക്കട്ടെ. അതെ, അത് മീനായിരുന്നു കേട്ടോ ശരിക്കും. അവിടെ നിന്ന് ഇപ്പോൾ ഓടിയത് മീനായി, നല്ല സൈസ് മീനായിരുന്നു കണ്ടോ. ഞാൻ പൊങ്ങി അങ്ങനെ നോക്കിയാൽ ഒന്നുകൂടെ കൊടുക്കാനായിട്ട് പണി. ചേടാ, അപ്പം മീൻ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തത് അത് വലിയൊരു മീനായിരുന്നു. അത് ഓടിക്കളഞ്ഞ്. പിന്നെ അത് ഓടിക്കഴിഞ്ഞാലും ചിലപ്പോൾ ശത്രുക്കളെ നോക്കാൻ വേണ്ടി ചിലപ്പോൾ ഇച്ചിരി മാറിയിട്ടൊക്കെ പൊങ്ങി നോക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കി. പക്ഷെ കുറച്ച് നേരം നിന്നിട്ടും പിന്നെ അവനെ കണ്ടില്ല. അതോടുകൂടെ നമ്മളിത് ഫിഷിങ് നിർത്താനുള്ള ഒരു പ്ലാനിങ്ങിൽ അങ്ങനെ നിൽക്കുവാണ്.
അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ഫിഷിങ് നിർത്താൻ പോകട്ടെ. കാരണം വേറെ ഒന്നുമില്ല, കുറേ നേരം നമ്മൾ നോക്കിയിട്ട് മീനെ കാണാൻ പറ്റുന്നില്ല. 1-2 ഷൂട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഷൂട്ട് എന്തായാലും നമുക്ക് കാണിക്കാം കേട്ടോ. കാരണം മീൻ അടിച്ചിട്ട് ഓടുന്നത്, കാരണം ഓളം കണ്ടിട്ടാണ് അടിക്കുന്ന മീനെ ലൈവായിട്ട് കാണാൻ പറ്റുന്നില്ല. ഒരു മീൻ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ആ മീനെ കണ്ടത് അടിച്ചത് അത് മിസ്സാവണമെന്നുണ്ട്. ഒരു വരാലി നമുക്ക് മിസ്സായി, അതേപോലെ തന്നെ ഒരു വലിയ തിലോപ്പി മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഷൂട്ടിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം നമുക്ക് ഒരു മീൻ മാത്രമേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കിട്ടാത്ത ഷൂട്ടും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അധികം മീൻ അങ്ങനെ ആക്ടിവിറ്റി കാണുന്നുണ്ടെങ്കിലും കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടുള്ള വിഷയമാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, വെള്ളത്തിൻ്റെ കളറൊക്കെ എല്ലാം ഈ വല്ലാത്തൊരു കളർ ഫെയ്ഡായി കിടക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ വരാൽ ഓടിക്കയറിയിട്ടുണ്ട് കേട്ടോ. ഞാനത് ആമ്പ് പൊങ്ങി ഓർത്ത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മേളിൽ ഇങ്ങനെ ഒരു ഡാർക്ക് കളറും കണ്ട് ഇങ്ങനെ ഓടി ഇങ്ങനെ മുഴ പോലെ വെള്ളം വഞ്ഞോണ്ടപ്പോൾ നേരത്തെ ആമ വഞ്ഞാന്ന് പറഞ്ഞാൽ അടിക്കാണ്ട് നിന്നതാണ്. അരികത്ത് വന്നപ്പോഴാണ് ഞാൻ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴാണ് കണ്ടത്. പക്ഷേ ആ ഷൂട്ട് ചെയ്തത് പെട്ടെന്നുള്ള കാടിനകത്തോട്ട് മറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അടിച്ചത്. കാരണം എനിക്ക് കൈ കറക്റ്റ് വെച്ച് എയിം ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടില്ല. ഇതിൻ്റെ വള്ളിയുടെയൊക്കെ ഉള്ളിൽ കൂടിയാണ് അടിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് ആ മീൻ കിട്ടാണ്ട് മിസ്സായിപ്പോയി. മര്യാദക്ക് ഇച്ചിരി ദൂരത്തുനിന്ന് വന്നപ്പോഴും അടിച്ചായിരുന്നെങ്കിൽ കറക്റ്റ് അവനെ പുറത്തിട്ട് തന്നെ അടിക്കായിരുന്നു. ദൂരത്തുനിന്ന് വന്നപ്പോൾ ഞാൻ അടുത്ത് ആമയൊന്നോർത്ത് അടിച്ചില്ല. അപ്പോൾ ഓക്കെ മച്ചാന്മാരെ, നമുക്ക് ഇതേ ആ ഒരു കിട്ടിയ ഒരു തിലോപ്പിയായിട്ട് പോകാം. ഓക്കെ, എന്തായാലും നമുക്ക് ബൈക്ക് കാസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല അടിപൊളി ചേറ മീൻ അടിക്കണൊക്കെ വീഡിയോ ഒക്കെ നല്ല അടിപൊളി കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.